ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നോക്കിയേ, ഞാൻ ഇന്നിത്തിരി നേരത്തെ ചിക്കനൊക്കെ എടുത്ത് വറുത്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ചിക്കൻ്റെ രണ്ട് വിഭവങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിൻ്റെ ഭാഗം എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിയുക, നൈസായിട്ട് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അത് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി, പിന്നെ തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില അരച്ചതും ചേർത്ത് നന്നായി അരപ്പ് പറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് അല്പം എണ്ണയ്ക്കകത്ത് നന്നായി ആദ്യം ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, നീളത്തിലരിഞ്ഞത്, അതും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. വഴന്നൊരു വിധം ആകുമ്പോഴത്തേനും നമുക്ക് സവാള അരിഞ്ഞത് എടുക്കാം. സവാള അരിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്കൊന്നും കൂടി വഴറ്റാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഉണ്ട് കേട്ടോ സവാളയുടെ ഒപ്പം. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്നും കൂടി നല്ല ഇത്തിരി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതാണ് നമ്മുടെ ചിക്കൻ ക്യാരറ്റ് ഫ്രൈ കേട്ടോ. ചിക്കൻ ക്യാരറ്റ് ഫ്രൈ നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കം ഉള്ളവർക്ക് ക്യാപ്സിക്കം ഉപയോഗിക്കാം. എനിക്കിവിടെ ക്യാപ്സിക്കം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൽ കുട്ടികൾക്കൊക്കെ സോസ് ഒഴിച്ച്, ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കണമെങ്കിൽ അതിൽ ടൊമാറ്റോ സോസ് ലാസ്റ്റ് പ്ലേറ്റിൽ ഇടുമ്പോൾ ഒന്ന് മീതെ ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അതിൽ ഫ്രൈ ആയി പിന്നെ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ ഞാനൊരു കറി വെച്ചു. കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പക്കറിയാണ് കേട്ടോ. കുക്കറിനകത്ത് വെക്കാൻ, ഞാൻ കുക്കറിൻ്റെ അകത്ത് വെച്ചേ. ചില സമയത്ത് നമ്മൾ എന്താ പറയുക, ഉരുളിക്കകത്തൊക്കെ സമയമെടുത്ത് വേറെ രീതിയിൽ വെക്കാറുണ്ട്. ഇത് എളുപ്പവഴിക്കുള്ളതാണ്. ആണ് ഇത് പറഞ്ഞു തരാം. ഇത് ചെയ്തിരിക്കുന്നത് സവാള 3-4 എണ്ണം കൂടുതൽ വേണം കേട്ടോ. അത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് നന്നായി വഴന്ന് മസാലപ്പൊടികളും മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ട് അല്പം കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ലാസ്റ്റാണ് തക്കാളി വെറുതെ ഇട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി വഴറ്റിയാൽ മതി കേട്ടോ. അത് വഴന്ന് കഴിയുമ്പോൾ അധികം വേവിക്കരുത് തക്കാളി, അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കഴുകിയതിന് ശേഷം തിരുമ്മി 15 മിനിറ്റ് നേരം വെക്കണം. അതിൻ്റെ അകത്തെല്ലാം പിടിച്ചോളും മാംസത്തിൽ. അത് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഒരു വിസിൽ വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ആവശ്യമുള്ള മല്ലിപ്പൊടി വെറുതെ എണ്ണയ്ക്കകത്ത് ചൂടാക്കിയിട്ട്, എണ്ണയ്ക്കകത്തല്ല കേട്ടോ, ചട്ടിക്ക് നമ്മുടെ പാനിൻ്റെ അകത്ത് വെറുതെ ചൂടാക്കിയാൽ മതി കേട്ടോ. ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക. നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് ചപ്പാത്തിക്കോ ചോറിനൊക്കെ എടുക്കാം. എണ്ണ അധികം അതിലേക്ക് ഉപയോഗിക്കണ്ട. അപ്പോൾ അതാണ് ചിക്കൻ കറി ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഇത് നമ്മുടെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം മതി. സവാള ഇത്രത്തോളം മൂട്ടാൽ മതി കേട്ടോ. ഈ ഓഫാക്കി ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് എന്താ പറയുക, മല്ലിയില നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെക്കറേഷൻ ചെയ്യാം. നല്ല രുചിയുള്ളതാണ്. ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കി കാണിച്ചു തരാം. ഇത് അരിയുന്നതിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒരു രസമാണ് കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് ഇത്തിരി ടൊമാറ്റോ സോസും ഞാൻ ഒഴിക്കുന്നില്ല, കാരണം ഇവിടെ ടൊമാറ്റോ സോസ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇത്തിരി ടൊമാറ്റോ സോസും സോയാ സോസൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ ബൈ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.